ഫെഡറൽ ബാങ്ക് മാതൃഭൂമിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സംവാദ പരിപാടിയായ സ്പീക്ക് ഫോർ ഇന്ത്യയുടെ സോണൽ തല മത്സരം കോട്ടയത്ത് നടന്നു. CMS കോളേജിൽ വെച്ച് നടന്ന മത്സരം കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവും നെഗറ്റീവുമായിരുന്നു വിഷയം. പുതിയ ആശയങ്ങളും ചിന്തകളുമായി വിദ്യാർത്ഥികൾ നേർക്കുനേർ നടന്നപ്പോൾ CMS കോളേജിൽ സംവാദത്തിന്റെ പുതിയ ലോകം തുറന്നു. ഇന്ന് ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരിക്കുന്ന സുഹൃത്തുക്കൾ പരസ്പരം കണ്ണിമ ചിമ്മാതെ, അവർ തമ്മിൽ സംസാരിക്കാതെ, ഇടപഴകാതെ, ഫോണിൽ മാത്രം മുങ്ങിയിരിക്കുന്ന, സ്ക്രീൻ ടൈമിൽ മാത്രം മുങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികൾ പുരോഗതിയുടെ ഉച്ചകോടിയിൽ എത്തി നിൽക്കുന്ന കേരളത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാന്യരെ നിങ്ങൾക്ക് തെറ്റി. കാരണം ഇത് മനുഷ്യബന്ധങ്ങളുടെ അധപതനത്തിന്റെ അടയാളമാണ്. ഫോൺ മാറ്റിവെക്കുന്നതിലൂടെ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടും എന്ന് വിചാരിക്കുന്നത് വെറും മിഥ്യാധാരണയാണ്. ഇന്നത്തെ കേരളത്തിലെ കോളേജുകളുടെ സാഹചര്യത്തിൽ സെമസ്റ്റർ എക്സാം എഴുതാൻ തുടങ്ങിയ മറ്റെല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ആയി മാറുമ്പോൾ ഡിജിറ്റൽ ഫ്രീ സോണുകൾ എന്ന ആശയം പുരോഗമനത്തിലേക്കല്ല, മറിച്ച് വൈരുദ്ധ്യത്തിലേക്കാണ് മാറ്റുന്നത്. ഫെഡറൽ ബാങ്ക് മാതൃഭൂമിയും ചേർന്ന് നടത്തുന്ന സ്പീക്ക് ഫോർ ഇന്ത്യയുടെ 10ാം എഡിഷനിലെ സോണൽ തല മത്സരത്തിലായിരുന്നു വിദ്യാർത്ഥികൾ ആശയങ്ങളുമായി ഏറ്റുമുട്ടിയത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ 4 ജില്ലകളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച വിദ്യാർത്ഥികളാണ് സോണൽ മത്സരത്തിലേക്ക് എത്തിയത്. ഇത്തരം സംവാദങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം വളർന്നതെന്ന് മത്സരം ഉദ്ഘാടനം ചെയ്ത കോട്ടയം ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ്. നമുക്കറിയാം, ശരിയുടെ പക്ഷം തെറ്റിന്റെ പക്ഷം എന്നുള്ളതിനേക്കാൾ ഉപരി സത്യത്തിന്റെ പക്ഷം, അഭിപ്രായങ്ങളുടെ പക്ഷം, സത്യത്തെ തിരിച്ചറിയുക, അഭിപ്രായങ്ങളെ മാനിക്കാൻ പഠിക്കുക, അങ്ങനെയുള്ളൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ കൂടുതൽ അറിവ് തേടണം, കൂടുതൽ അധ്വാനിക്കണം, കൂടുതൽ ഡിബേറ്റുകളിൽ ഏർപ്പെടണം, സമൂഹത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം. എങ്കിൽ മാത്രമേ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഫെഡറൽ ബാങ്ക് കോട്ടയം സോൺ വൈസ് പ്രസിഡന്റും റീജിയണൽ ഹെഡുമായ KT ജയേന്ദ്രൻ, മാതൃഭൂമി റീജിയണൽ മാനേജർ T. സുരേഷ്, CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു ശോഷൻ ജോർജ് തുടങ്ങിയവരും പരിപാടിയുടെ ഭാഗമായി. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.